നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെ അതിശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, അടുത്ത 30 ദിവസത്തിനുള്ളിൽ എൻ്റെ വ്യൂസിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ഓക്കെ, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കാർഡിന് നൽകുക. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ബന്ധത്തിൽ വരാനിരിക്കുന്ന വ്യക്തി ആരാണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരാനിരിക്കുന്ന ഒരു വ്യക്തി ആരാണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കാർഡ്സിന് നൽകുക. അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞത് പുതിയ വഴികളാണ് കടന്നു വരുന്നത്. പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ അവസരങ്ങൾ കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ബിസിനസ് തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ പുതിയ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനോ ഒക്കെയുള്ള ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകുന്നതായിട്ടാണ് കാണുന്നത്. ബിസിനസ് തുടങ്ങുന്നവർക്ക് ബിസിനസ് അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ഒരു പുതിയ വഴിയാണ് ഇവിടെ ഓപ്പൺ ആകുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തി ആരാണ്? ഓക്കെ, ഒരു ഏജ് കുറഞ്ഞിട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ കഴിയും ഏജ് കുറഞ്ഞ ഒരു വ്യക്തിയായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ വീട്ടിൽ പ്രായം കുറഞ്ഞ വ്യക്തി ഈ വ്യക്തിയായിരിക്കാം. അതുമല്ലെങ്കിൽ ഈ വ്യക്തി കുട്ടികളെ പോലെ ഇമ്മച്വർ സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരിക്കാം. എപ്പോഴും കുട്ടിത്തമായിട്ടുള്ള സ്വഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. വ്യക്തി എപ്പോഴെങ്കിലും നിങ്ങളോട് തൻ്റെ ഇഷ്ടത്തെ തുറന്നു പറഞ്ഞ ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഉടൻ തന്നെ കടന്നു വരുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസ് ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? ഓക്കെ, ഈ കടന്നു വരുന്നതായിട്ടുള്ള ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ പറയുന്നത്. കാരണം ഈ വ്യക്തിയെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതല്ല. ഓക്കെ, ഒരു തവണ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് കടന്നുപോയ ഒരു വ്യക്തിയാണെങ്കിൽ, ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ തന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളെ അത്രത്തോളം വേദനിപ്പിച്ച് നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെയും നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പ്രോബ്ലം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ഒഴിവാക്കുക എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഇതൊരു ജനറേറ്റിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് അത്രത്തോളം ഇത് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് അത്രയും ടോക്സിക് ആയിരുന്ന ഒരു റിലേഷൻഷിപ്പിലായിരുന്ന വ്യക്തിയാണ് തിരിച്ച് വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇഗ്നോർ ചെയ്താൽ മതി. ഓക്കെ, ഇത് ജനറേറ്റിംഗ് ആണ്. റെസനേറ്റ് എല്ലാവർക്കും ഒരുപോലെ ആകത്തില്ല. ഓക്കെ, ആകുന്നവർ മാത്രം എടുക്കുക. അതുപോലെ തന്നെ പഴയ ചില കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ആരംഭിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങളെ ആ സ്ഥലത്ത് നിന്ന് പുറത്താക്കിയിട്ട് വീണ്ടും നിങ്ങളെ ജോലിക്ക് വിളിക്കുന്നു, അങ്ങനെയുള്ള സ്ഥലം ഒഴിവാക്കുക. ബിസിനസ് ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയി പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുള്ള ഒരു ബിസിനസ്സാണ്, അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഒഴിവാക്കുക എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.